പാലാ ബിഷപ്പ് ഹൗസിന്റെ ഭൂമിയിൽ ശിവലിംഗം കണ്ടെത്തിയെന്ന കൗതുകമുണർത്തുന്ന ഒരു വാർത്ത ഇവിടെ ഉണ്ടായിരുന്നു. അപ്പോ സംഭവം എന്ന് പറഞ്ഞാൽ പാലാ ബിഷപ്പ് ഹൗസിന്റെ ഭൂമിയിൽ കപ്പ നടാൻ വേണ്ടി ഇവർ കുഴിയെടുക്കുകയാണ്. അങ്ങനെ കപ്പ നടാൻ വേണ്ടി കുഴിയെടുത്തപ്പോൾ അവിടെ ഒരു ശിവലിംഗം കണ്ടെത്തി എന്നുള്ള അവകാശവാദമാണ് ഉണ്ടായത്. മീഡിയ വൺ, മലയാളം സമയം, ടൈംസ് ഓഫ് ഇന്ത്യ, അങ്ങനെ പല പ്രമുഖ ചാനലുകളും, മറുനാടൻ മലയാളി അടക്കമുള്ള ഡിജിറ്റൽ മേഖലയിൽ അടക്കമുള്ള പ്രമുഖ ചാനലുകളും ഈ വാർത്ത കൊടുത്തിട്ടുണ്ട്. യഥാർത്ഥത്തിൽ ഇത് അതിപ്രാചീനമായൊരു അമ്പലമാണെന്നും അവിടെ എത്തിയ ചില ആൾക്കാർ വിളക്ക് കൊളുത്തി നാമജപവും ആരാധനയും നടത്തി തുടങ്ങിയ കാര്യങ്ങൾ പറഞ്ഞു. പാലാ വെള്ളപ്പാട് ഭഗവതി ക്ഷേത്രത്തിന് വടക്ക് പടിഞ്ഞാറ് മാറിയാണ് ഈ മാസം 6-നാണ്, ഫെബ്രുവരി 6-നാണ് ഈ സംഭവം. JCB ഉപയോഗിച്ച് കപ്പ കൃഷിക്കായി മൺകൂന ഉണ്ടാക്കുന്നതിന്റെ ഭാഗമായി സ്ഥലം ആഴത്തിൽ മാന്തിയപ്പോഴാണ് ഈ ശിലാവസ്തുക്കൾ കണ്ടെത്തിയത്. ശിവലിംഗം, ശില, കൽവിളക്ക് എന്നിവയാണ് ഭൂമിയിൽ നിന്ന് കണ്ടെത്തിയെന്ന് റിപ്പോർട്ട് ചെയ്തു. ഈ വിഷയത്തെ ഏത് രീതിയിൽ നമുക്ക് സമീപിക്കണമെന്ന് നോക്കാം. കണ്ടെത്തിയ ശിലകൾ ശിവലിംഗവും പാർവതി വിഗ്രഹവുമാണെന്ന് സ്ഥലം സന്ദർശിച്ച വെള്ളപ്പാട് ഭഗവതി ക്ഷേത്രം മേൽശാന്തി അറിയിച്ചതായി റിപ്പോർട്ടുണ്ട്. സംഭവം പറഞ്ഞ് നിരവധി പേർ എത്തുന്നുണ്ട്. വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ ഒരു ക്ഷേത്രം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട് എന്ന് വെള്ളപ്പാട് ക്ഷേത്ര കമ്മിറ്റി അംഗം പ്രാദേശിക വാർത്താ ചാനലിനോട് പറഞ്ഞു. 6 മാസം മുമ്പ് വെള്ളപ്പാട് ക്ഷേത്രത്തിൽ താമ്പൂല പ്രശ്നം നടന്നപ്പോൾ ക്ഷേത്രത്തിനെ കുറിച്ച് പ്രതിപാദിച്ചിരുന്നു. അധികം താമസിയാതെ ഇവിടെ ഒരു മാറ്റം സംഭവിക്കുമെന്ന് താമ്പൂല പ്രശ്നത്തിൽ കർമ്മി പറഞ്ഞിരുന്നതായിട്ട് അദ്ദേഹം പറയുന്നുണ്ട്. ഈ പുരയിടത്തിൽ 10 വർഷം മുമ്പ് റബ്ബർ ആയിരുന്നു കൃഷി ചെയ്തത്. പിന്നീടാണ് കപ്പ കൃഷി ആരംഭിച്ചത്. സ്ഥലം ഉടമസ്ഥരായ ബിഷപ്പ് ഹൗസുമായി ആലോചന നടത്തണം, അവിടെ ദേവപ്രശ്നം വെക്കണം തുടങ്ങിയ കാര്യങ്ങൾ പറഞ്ഞു. ഇതിനെ നമ്മൾ എങ്ങനെയാണ് ഡീൽ ചെയ്യുന്നത് എന്നുള്ള രണ്ട് കാര്യങ്ങൾ. ഒന്ന്, ഒരിക്കലും ഒരു മതസ്പർദ്ധയോ പരസ്പര വിരോധമോ ഉണ്ടാകരുത്. അത് ഹിന്ദു ആണെങ്കിലും മുസ്ലിം ആണെങ്കിലും ക്രിസ്ത്യാനി ആണെങ്കിലും ഒന്നും ഉണ്ടാകരുത്. പല ആൾക്കാരും ഇതിൽ ഇടപെടുമ്പോൾ അതിനെ കൂടുതൽ പ്രകോപനപരമായിട്ടോ പരസ്പരം സമുദായങ്ങൾക്കിടയിൽ വിള്ളൽ ഉണ്ടാക്കാനോ ഹിന്ദു ക്രിസ്ത്യൻ വിഭജനം ഉണ്ടാക്കാനോ നോക്കുന്ന രീതിയിൽ ഇടപെടാറുണ്ട്. അങ്ങനെ ഒരു കാരണവശാലും ഇടപെടരുത്. നേരെ തിരിച്ച് ഇതുപോലെ തന്നെ നാളെ ഒരു മുസ്ലിം പള്ളിയുടെ താഴെ കിട്ടുകയാണെങ്കിലും അതൊരു ഹിന്ദു മുസ്ലിം സ്പർദ്ധ ഉണ്ടാകുന്ന രീതിയിൽ ഇടപെടരുത്. നമ്മൾ ഹിന്ദുക്കളുടെ വിശ്വാസപ്രകാരം അങ്ങനെ മണ്ണിലും മിണ്ണിലും തൂണിലും തുരുമ്പിലും ഒക്കെ ദൈവം ഉണ്ടെന്നുള്ളതാണ്. പക്ഷേ ശിവലിംഗവും അങ്ങനെയാണ്, കല്ലാണ്. പ്രാചീനമായ പല സ്ഥലങ്ങളിലും അങ്ങനെയുണ്ട്. പക്ഷേ RSSന്റെ സർസംഘചാലക് മോഹൻ ഭഗവത്ജി പറഞ്ഞ പോലെ കാണുന്ന എല്ലാ സ്ഥലങ്ങളിലും നമ്മൾ പോയിട്ട് ഇത് ഒന്ന് കണ്ടുപിടിക്കാൻ നോക്കണ്ട. എല്ലാ സ്ഥലങ്ങളിലും പോയി അവിടെ ശിവലിംഗം ഉണ്ടോ എന്നൊന്നും തിരയേണ്ട ആവശ്യമില്ല. കാര്യം അത് വേറൊരു അജണ്ടയുടെ ഭാഗമാണത്. പരമശിവനെ യഥാർത്ഥത്തിൽ മോശപ്പെടുത്തുന്നതാണ്. അപ്പോൾ എന്തായാലും ഈ സ്ഥലത്തെ 2 കാര്യങ്ങളാണ്. ഒന്ന്, പാലാ ബിഷപ്പ് ഹൗസിന്റെ വളരെ മികച്ച പ്രതികരണമായിരുന്നു. അതാണ് ആ സ്ഥലത്ത് തന്നെ ദേവപ്രശ്നമൊക്കെ നടത്താൻ അനുമതി കൊടുത്തു എന്നാണ് ചില ഡിജിറ്റൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. നമുക്കത് വിശ്വസിക്കാം. പാലാ ബിഷപ്പ് എന്നൊക്കെ പറയുമ്പോൾ, അല്ലെങ്കിൽ പൊതുവെ മധ്യ തിരുവിതാംകൂറിലെ ക്രിസ്ത്യാനികൾ നമ്മുടെ എല്ലാ കാര്യങ്ങൾക്കും മാതൃകാപരമായി പെരുമാറുന്നവരാണ്. അപ്പോൾ ഇത് വേണമെങ്കിൽ വെള്ളപ്പാട് ക്ഷേത്രത്തിലേക്ക് തന്നെ ശിവലിംഗം മാറ്റാവുന്നതാണ്. ആ വിഗ്രഹങ്ങൾ വെള്ളപ്പാട് ക്ഷേത്രത്തിലേക്ക് തന്നെ കൊണ്ടുപോകാൻ ഉള്ളതൊക്കെയാണ്. പക്ഷേ ഈ രംഗത്തെ പരസ്പരം സ്പർദ്ധ ഉണ്ടാക്കുന്ന രീതിയിൽ നമ്മൾ ഒരു കാരണവശാലും ഇടപെടരുത്. ഇടപെടാത്ത രീതിയിൽ മുമ്പോട്ട് പോകാൻ നമുക്ക് കഴിയണം എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ്. ആ പോയിന്റിൽ ഊന്നി നിന്നുകൊണ്ട് വേണം ബാക്കി എല്ലാ പോയിന്റുകളും സംസാരിക്കാൻ. അടിസ്ഥാനപരമായി നന്മയുടെ, ഒരുമയുടെ സന്ദേശം മുമ്പോട്ട് വെക്കാൻ കഴിയണം. നമ്മൾ ഹിന്ദുക്കളും ചിന്തിക്കേണ്ടത്, ചരിത്രത്തിൽ അങ്ങനെ ഒരുപാട് അമ്പലങ്ങളൊക്കെ ഒരുപക്ഷെ നാമാവശേഷമായി പോയി കാണും. എല്ലാവരും തിരിച്ചു പിടിക്കാനും കാര്യങ്ങൾക്കൊന്നും പറ്റില്ല. 1947 എങ്ങനെ നിലനിന്നു അങ്ങനെ നിലനിൽക്കട്ടെ എന്നൊരു ചിന്ത നമുക്ക് പലപ്പോഴും വേണം. അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം മുതലെടുപ്പിന്റെ ഒരു രാഷ്ട്രീയത്തിന്റെ ആംഗിളിലേക്ക് നമ്മൾ പോകരുത്. സാമുദായിക സ്പർദ്ധ ഉണ്ടാകരുത്. അത് ഈ ഹിന്ദു ക്രിസ്ത്യൻ ഐക്യം ഉണ്ടാകണം എന്നുള്ള ഐഡിയ കൊണ്ട് പറയുന്നതല്ല. നാളെ ഇത് മുസ്ലിം പള്ളിയുടെ ആണെങ്കിലും ഒരു മൗലവിയുടെ വീടിന്റെ ആണെങ്കിലും താഴെ വരുമ്പോൾ ഇത്തരം വിഷയങ്ങളെ സെൻസിറ്റീവായി കൈകാര്യം ചെയ്യണം. എന്താണ് നിങ്ങളുടെ അഭിപ്രായം? അങ്ങനെ ഏതെങ്കിലും ശിവലിംഗമോ അല്ലെങ്കിൽ ആരാധ്യമായൊരു വസ്തുവോ പള്ളിയുടെയോ കുരിശോ അല്ലെങ്കിൽ ഏതെങ്കിലും മുസ്ലിം സമൂഹത്തിന്റെ അതേപോലെ ഉണ്ടെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ആരാധ്യമായൊരു വസ്തു കണ്ടാൽ എങ്ങനെയാണ് നമ്മൾ ഇടപെടേണ്ടത്? സമൂഹത്തിൽ വിള്ളൽ ഉണ്ടാക്കാതെ, വിഭജനം ഉണ്ടാക്കാതെ, പരസ്പര വിരോധം ഉണ്ടാക്കാതെ സമവായത്തിന്റെയും നന്മയുടെയും പാതയിൽ പോകണം. അത് സർക്കാസത്തിനോ പരസ്പരം വിയോജിപ്പിനോ പരസ്പരം ശണ്ട കൂടാനോ വേണ്ടിയുള്ളതല്ല. നന്മയുടെ പാതയിൽ പരിഹരിക്കണം. എല്ലാവർക്കും യോജിപ്പുള്ള രീതിയിൽ പരിഹരിക്കണം. ആർക്കും സ്ഥലം നഷ്ടമാകാത്ത രീതിയിൽ പരിഹരിക്കണം. ആരുടെയും മനസ്സ് വേദനിപ്പിക്കാത്ത രീതിയിൽ പരിഹരിക്കണം. ഭഗവാൻ പരമശിവന് ആ വെള്ളപ്പാട് ക്ഷേത്രത്തിലേക്ക്, വെള്ളപ്പാട് ഭഗവതി ക്ഷേത്രമാണ്, അവിടെ ഭഗവാൻ പരമശിവന്റെ കൂടെ ഒരു പ്രതിഷ്ഠ വെക്കുകയാണെങ്കിൽ സന്തോഷമേ ഉണ്ടാവുള്ളൂ. ഇനിയും വേറൊരാളുടെ സ്ഥലം കയ്യേറുന്നോ തുടങ്ങിയ കാര്യങ്ങൾ വേണ്ട. ആ രീതിയിൽ ഒരു സമവായം ഉണ്ടാകട്ടെ. ഓം നമഃ ശിവായ. എല്ലാ മതങ്ങളും സന്തോഷത്തോടെ ജീവിക്കട്ടെ.